ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ മെറ്റാലിക് വയർ ഓഫ് 625 millimeter ഓഫ് ലെങ്ത് ആൻഡ് 4 ohm റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി വന്നിട്ട് 4.8 × 10⁻⁻7 ohm മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഗിവൺ എല്ലാം എടുത്ത് എഴുതുക. ലെങ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത് ഈസ് ഈക്വൽ ടു 625 millimeter. ഇവിടെ നോക്കുക, ഇവിടെ മില്ലിമീറ്ററിൽ കിടപ്പുണ്ട്, ഇവിടെ മീറ്ററിൽ കിടപ്പുണ്ട്. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മൾ ആ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും 625 × 10⁻³ മീറ്റർ. മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. R = 4 ohm എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ റെസിസ്റ്റിവിറ്റി ρ = 4.8 × 10⁻⁻7 ohm മീറ്റർ ഒന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഏരിയ. അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത്, റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് R = ρL/A. ഇതാണ് ഫോർമുല. ഇത് നമുക്ക് A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ A = ρL/R. ഇതാണ് ഫോർമുല. A = ρL/R. അപ്പൊ എക്ക് ബദലായിട്ട് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A = ρL/R. വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്യുക. റോയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.8 × 10⁻⁻7 ആണ്. ഇൻറ്റു L എന്ന് പറയുമ്പോഴത്തേനും 625 × 10⁻⁻3 / R. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ohm. അപ്പൊ ഇത് മാക്സിമം ക്യാൻസലേഷൻ ചെയ്യാൻ നോക്കുക. അതായത് 4 ഉം 4.8 കൂടെ കട്ട് ചെയ്യാം. നമുക്ക് 4 ഉം 4.8 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേനും 1.2 വരും. 1.2 വരും. കാരണം ചെയ്ത് നോക്കുക. 4 × 4. ഇവിടെ 12 4s are 48 ആണ്. പക്ഷെ ഇവിടെ പോയിന്റ് കിടപ്പുള്ളതുകൊണ്ട് 1.2 എന്ന് എഴുതുക. 1.2 × 10⁻⁻7 × 625 × 10⁻⁻3 എന്ന് വരും. ഇനി നമ്മൾ ആ 625 ഉം 1.2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ 625 1.2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സൈഡിൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. 625 × 12 മൾട്ടിപ്ലൈ ചെയ്യുക. 5 2s are 10, 5, 12, 5, 2, 6, 0, 0, 5, 7, 750 എന്ന് വരും. 750 × 10⁻⁻7 × 10⁻⁻3. 750 × 10⁻⁻7 × 10. ഇത് നോക്കിയാണ് നമ്മൾ എക്സ്പോണൻസ്, മാത്സിലെ എക്സ്പോണൻസ് ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. A⁻m × A⁻n ഫോമിലാണ് കിടപ്പുള്ളത്. അപ്പൊ ബേസ് സെയിം ആയതുകൊണ്ട് A⁻m+n ഫോമിലോട്ട് മാറ്റുമ്പോഴത്തേനും 750 × 10⁻⁻10 എന്ന് വരും. 7 + 3 10. മൈനസ് മൈനസ് ആഡ് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ്, സൈൻ തന്നെയാണ്. അപ്പൊ 750 × 10⁻⁻10. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. അപ്പൊ ഏരിയ ആകുമ്പോഴത്തേനും കൺഫേം ആയിട്ട് സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ 750 × 10⁻⁻10 cm². ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ ആ ബേസിക് ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ബേസിക് ഫോർമുലയിൽ നമുക്ക് റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും, ലെങ്തും കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏത് വേണം കിട്ടിയാലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.